ഹൗ ടു സ്റ്റഡി ഇഫക്റ്റീവ്ലി. പഠിക്കാം. നന്നായിട്ട് പഠിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? ഇഫക്റ്റീവായിട്ട് സ്റ്റഡിക്ക് എന്തെല്ലാം വേണം? ആസ് എ സ്റ്റുഡൻറ്, ആസ് എ ടീച്ചർ, വാട്ട് ഐ ഹാവ് ഫോളോഡ്, ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ വിത്ത് യു. എക്സാം അടുക്കാറാവുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് കിട്ടൂ, പഠിച്ച മെത്തേഡ് ശരിയായിരുന്നു, ഇനി പഠിപ്പിച്ചു തന്ന അതേപോലെ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു 100 ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ പഠിക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് പറയുമ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു ഫോക്കസ് ഉണ്ടാവണം അല്ലേ? ഫോക്കസ് നമുക്ക് എപ്പോഴും മാറിപ്പോകുന്നത് എപ്പോഴാണ്? നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യണ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളിലായിരിക്കും. ഇനി നിങ്ങൾക്ക് ഫോക്കസ് പോകുന്നത് മൊബൈൽ ഫോൺ ആണെങ്കിൽ നമ്മൾ എക്സാം തീരുന്ന വരെ ആ മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കുക. എൻ്റെയൊക്കെ സമയത്ത് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആവാൻ അത്ര അധികം ഒരു ടെൻഡൻസിയും കുറവായിരുന്നു. പിന്നെ പുസ്തകം വായിക്കുക എന്നുള്ളൊരു ക്രേസ് എനിക്കുള്ളത് കൊണ്ട് തന്നെ പഠിക്കുക എന്നുള്ളൊരു മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ പുസ്തകം വായിക്കണം, പുതിയ അറിവുകൾ വേണമെന്നില്ല. ചിലർ ആ പഠിപ്പ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നവരുണ്ടാവും. ഒന്നിലും ഒരു തെറ്റില്ല കേട്ടോ. ചില ആളുകൾ പുസ്തകം എപ്പോഴും 100% വായിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ മാത്രമാവില്ല ഫുൾ മാർക്ക് നേടാം. ചിലവർക്ക് ക്രിസ്പി ക്രീമായിട്ട് ആ പോയിന്റ് പഠിക്കാൻ പറ്റും. ചില ആളുകൾ ഫുൾ ടൈം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളായിട്ടും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചില ആളുകളുണ്ട്. അവർക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അവർക്ക് ആ ഒരു ലേണിംഗ് എന്നുള്ളത് ചില സമയത്ത് 9 അവേഴ്സ് വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു 2 അവേഴ്സിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ 2 അവേഴ്സിൽ അവർ കറക്റ്റായിട്ട് സ്റ്റഡീസ് പ്ലാൻ ചെയ്തിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും. അവരുടെ ഫോക്കസ് ഒന്നിലും പോകുന്നുണ്ടാവില്ല. അവരുടെ ഫോക്കസ് സ്റ്റഡീസിൽ മാത്രമായിരിക്കും. വാട്ട് ദേ ആർ ലേണിംഗ്, വാട്ട് സബ്ജക്ട്സ് ദേ ആർ ലേണിംഗ്, വാട്ട് ടോപ്പിക് ദേ ആർ ലേണിംഗ്. നമ്മൾ ആ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സബ്ജക്റ്റിലെ ഏത് ടോപ്പിക്കാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് നോക്കാം. ഓരോന്നിനും ഹെഡിങ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ സബ് ഹെഡിങ് ഉണ്ടാവും. അപ്പം നമ്മൾ ക്വിക്ക് നോട്ട്സ് അതിൻ്റെ ഒപ്പം തന്നെ എഴുതി വയ്ക്കുകയാണെങ്കിൽ അതൊരു റിവിഷൻ പോലെ തന്നെയാണ്. അപ്പോൾ എക്സാം ടൈമിൽ ആ ക്വിക്ക് നോട്ട്സ് നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ ആ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മൈൻഡിൽ വരിക നമ്മുടെ ഹൈ സ്കോറാണ് നമ്മുടെ ഫോക്കസ് എന്നുള്ളത്. പെട്ടെന്ന് നമ്മൾ കിട്ടി ഇതൊക്കെ മതി എന്നുള്ളൊരു പ്ലാൻ അല്ലാതെ നമ്മളുടെ ഫോക്കസ് എപ്പോഴും ഒരു 100 ഔട്ട് ഓഫ് 100 എന്നുള്ളതിലായിരിക്കണം. നമ്മൾ അതിനുള്ള എഫേർട്ടും ഇടും വേണം. ഇനി എക്സാമിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ചെയ്യണതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കും. ചിലപ്പോൾ കുറച്ച് വീഡിയോ സ്ക്രോൾ ചെയ്യാം, അങ്ങനെയൊക്കെ ആയിരിക്കും. അതിന് പകരം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസുകളോ അല്ലെങ്കിൽ ലീഷർ ടൈം ആക്ടിവിറ്റികളോ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ മെമ്മറി. നമ്മൾ കുറച്ച് എക്സസൈസോ കുറച്ച് മെഡിറ്റേഷനോ കുറച്ച് യോഗയോ അതോ അല്ലെങ്കിൽ കുറച്ച് സ്പോർട്സോ എന്തെങ്കിലും ഇൻകോപ്പറേറ്റ് ചെയ്യുക അതർ ദാൻ ഫൈൻഡിങ് ലീഷർ ഓൺ സ്ക്രോളിങ് മൊബൈൽ ഓർ സോഷ്യൽ മീഡിയ. മൊബൈലിലോ അല്ലെങ്കിൽ ടാബിലോ എന്തിലായാലും നമ്മുടെ ശ്രദ്ധ നമ്മൾ എങ്ങനെയൊക്കെ ഡീവിയേറ്റ് ചെയ്യണം അത് മാറ്റിയിട്ട് കുറച്ച് ഹെൽത്തി പ്രാക്ടീസ് കൊടുക്കുക. അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത്. നമ്മൾ കുറേ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കില്ലേ, നമ്മൾ കുറച്ച് ഫിസ്സി ഡ്രിങ്ക്സ് കഴിക്കും, അല്ലെങ്കിൽ ജ്യൂസ് പുറമെന്ന് വാങ്ങണം. അതിൻ്റെ മേലെ ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഹെൽത്തി ആയിട്ട് നമുക്ക് സ്റ്റഡി പ്ലാൻ ചെയ്യുമ്പോൾ ഹെൽത്തിനും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. നമ്മൾ പരീക്ഷയ്ക്കുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ആ തലേദിവസം പഠിച്ച് പെർഫോം ചെയ്യണത് മാത്രമല്ല നമ്മുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് ആ ഒരു 1 ഇയറിലുള്ളത് അല്ലെങ്കിൽ ആ ഒരു 3 മന്തിലുള്ള അല്ലെങ്കിൽ 6 മന്ത്സിലുള്ള ഒരു പെർഫോമൻസ് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതാണല്ലോ മെഷർ ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മുടെ മെമ്മറിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പെർഫോമൻസ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതും. നമ്മൾ നല്ല ഹെൽത്തി മൈൻഡ് ഉണ്ടെങ്കിൽ നല്ല ഹെൽത്തി ബോഡി ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ഓൺ യുവർ പേപ്പേഴ്സ്. എക്സാം ഹാളിൽ പോയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നമ്മൾ എക്സാം എഴുതാൻ പറ്റും. പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. ഫോക്കസ് ഓൺ വാട്ട് യു ആർ സ്റ്റഡിയിങ് ആൻഡ് യു ഷുഡ് ഹാവ് എൻ എയിം. നമ്മളൊരു 10 ഇയേഴ്സ് കഴിഞ്ഞിട്ട് വാട്ട് വിൽ ബി അവർ സിറ്റുവേഷൻ, എന്തായിരിക്കും ഞാൻ എങ്ങനെയായിരിക്കും? അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്? ഹൈ സ്കോറാണ്. നമ്മൾ നന്നായി പഠിച്ച് നല്ല മാർക്ക് നേടുകയാണ്. മാർക്ക് നേടുന്നത് എന്തിനാണ്? നമ്മുടെ നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ നല്ല ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കരിയർ അച്ചീവ് ചെയ്യാൻ മാത്രമല്ല നമ്മൾ നല്ലൊരു വ്യക്തിയാക്കി മാറ്റാനും നമ്മുടെ വിദ്യാഭ്യാസത്തിന് കഴിയും. അപ്പോൾ വെൻ യു സ്റ്റഡി ആർക്കോ വേണ്ടി പഠിക്കരുത്, നമ്മൾ നമുക്ക് വേണ്ടി പഠിക്കണം. പലരുണ്ട് ആർക്കോ വേണ്ടി എന്തോ പഠിക്കുന്ന. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് എടുത്ത് നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള പോലെ പഠിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ഔട്ട്പുട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഹൈ സ്കോർ നേടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല.
ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെത്തേഡ് ഉപയോഗിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്, പ്ലാൻ യുവർ സ്റ്റഡീസ്, ടേക്ക് ഹെൽത്തി ഡയറ്റ് ആൻഡ് ഡു ഹെൽത്തി പ്രാക്ടീസസ് ലൈക്ക് എക്സസൈസ്. അപ്പോൾ എല്ലാവർക്കും ഹൈ സ്കോർ കിട്ടട്ടെ, 100/100 കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എല്ലാവരും കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ജിത.